ഇടക്കൊച്ചിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന വാനിൽ മരിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനുള്ള പ്രതികളായ ദമ്പതികളുടെ ശ്രമം മണിക്കൂറുകൾക്കുള്ളിൽ അന്വേഷണ സംഘം പൊളിച്ചത് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതോടെ. പള്ളുരുത്തി പെരുമ്പടപ്പ് പാർക്ക് റോഡിൽ വഴിയരികത്ത് ആഷിഖിനെയാണ് കൊലപ്പെടുത്തിയത്. 30 വയസ്സായിരുന്നു. കൊല്ലപ്പെട്ട ആഷിഖ് തനിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണെന്നും താൻ എത്തിയപ്പോൾ ചോര വാർന്ന് കിടക്കുന്നതാണ് കണ്ടതെന്നായിരുന്നു പ്രതികളിൽ ഒരാളായ ഷഹാനയുടെ മൊഴി. എന്നാൽ സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് ഇത് എളുപ്പം പൊളിക്കാനായി. അതിനുള്ള തെളിവുകൾ പ്രതികളായ ഷഹാനയും ഭർത്താവ് ഷിഹാബും അവശേഷിപ്പിച്ചതാണ് കേസിൽ വഴിത്തിരിവായത്. വ്യക്തമായ തെളിവുകൾ ലഭിച്ചതോടെ ആഷിഖിന്റെ പെൺസുഹൃത്തിനെയും ഭർത്താവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടക്കൊച്ചി പശ്നിത്തോട് തോപ്പിൽ ഷിഹാബ്, ഭാര്യ ഷഹാന എന്നിവരാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച രാത്രിയാണ് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ ചോര വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തനിക്ക് വാഹനാപകടം പറ്റിയതായി ആഷിഖ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയപ്പോൾ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ആഷിഖ് മരിച്ച നിലയിലായിരുന്നു എന്നാണ് ഷഹാന പോലീസിനോട് പറഞ്ഞത്. എന്നാൽ സംഭവത്തിൽ ദുരൂഹത തോന്നിയ പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. കുറച്ചുകാലമായി ആഷിഖും ഷഹാനയും പ്രണയത്തിലായിരുന്നു. ഇതറിഞ്ഞ ഭർത്താവ് ഷിഹാബ് ഷഹാനയെക്കൊണ്ട് ആഷിഖിനെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പീഡന പരാതി കൊടുപ്പിച്ചു. തുടർന്ന് ആഷിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആഷിഖ് തന്റെ പക്കലുള്ള ഷഹാനയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഷിഹാബിനെയും ഷഹാനയെയും നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇരുവരും പോലീസിന് നൽകിയ മൊഴി. ആഷിഖിനെ കൊലപ്പെടുത്തുമെന്ന് ഷിഹാബ് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി ആഷിഖിന്റെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് ഇടക്കൊച്ചി കണ്ണങ്ങാട് പാലത്തിന് സമീപം ഇന്ദിരാഗാന്ധി റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട വാനിന്റെ മുൻസീറ്റിൽ ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പള്ളുരുത്തി പെരുമ്പടപ്പ് പാർക്ക് റോഡിൽ വഴിയകത്ത് വീട്ടിൽ അക്ബറിന്റെ മകൻ ആഷിഖ് മത്സ്യവിതരണ വാഹനത്തിന്റെ ഡ്രൈവറാണ്. പെൺസുഹൃത്ത് ഷഹാന ബഹളം വെച്ചപ്പോൾ ഓടിയെത്തിയവരാണ് ആഷിഖിന്റെ മൃതദേഹം കണ്ടത്. അടുത്തെത്തിയവരോട് ഷഹാന പറഞ്ഞത് അപകടം പറ്റിയെന്നും സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആഷിഖ് വിളിച്ചെന്നും എത്തിയപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടെന്നുമാണ്. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ആഷിഖിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. തുടയിലും കാൽപാദത്തിലുമുള്ള മുറിവുകളിലെ രക്തസ്രാവമാണ് മരണകാരണം എന്നാണ് വിവരം. തുടർന്നാണ് ആഷിഖിന്റേത് ആത്മഹത്യയായിരുന്നു എന്ന രീതിയിൽ കഥകൾ പ്രചരിച്ചത്. ആഷിഖും ഷഹാനയും അടുപ്പത്തിലായിരുന്നു. ഷഹാനയുടെ വിവാഹാഭ്യർത്ഥന തള്ളിയ ആഷിഖ് മറ്റൊരു വിവാഹത്തിനൊരുങ്ങി. അത് മുടക്കാൻ ഷഹാന ശ്രമിച്ചതിലുള്ള മനോവിഷമം കൊണ്ട് അവരെ വിളിച്ചു വരുത്തി ആഷിഖ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് അഭ്യൂഹം പ്രചരിച്ചത്. ആഷിഖ് വിളിച്ചപ്പോഴാണ് താനെത്തിയത് എന്ന ഷഹാനയുടെ വാദം പൊളിക്കാനായിരുന്നു തെളിവുകൾ പോലീസിന് സംഭവ സ്ഥലത്തു നിന്ന് തന്നെ കിട്ടിയത്. ആഷിഖിനെ കണ്ടെത്തുമ്പോൾ അടച്ചിട്ട വാഹനത്തിൽ ഒരു പേർഷ്യൻ പൂച്ചയുണ്ടായിരുന്നു. ഷഹാനയുടെയും ഷിഹാബിന്റെയും പൂച്ചയായിരുന്നു അത്. കൊലപാതകത്തിന് ശേഷം ഷിഹാബ് വാഹനം അടച്ചു പോയപ്പോൾ പൂച്ചയെ കൊണ്ടുപോയിരുന്നില്ല. മറ്റൊന്ന് വാഹനത്തിന് സമീപം കിടന്ന ഒരു ഹെയർ ബാൻഡാണ്. അത് ഷഹാനയുടേതാണെന്ന് പോലീസ് കണ്ടെത്തി.